ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മണാലിയിലാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ പാരാഗ്ലൈഡിങ്ങിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി എപ്പിസോഡാണ് നിങ്ങളിപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് വേണം നമ്മളെ ഈ വീഡിയോ കാണാനായിട്ട്. कितने है भैया इधर राफ्टिंग? हाँ, राफ्टिंग सस्ता है, ज़्यादा महंगा नहीं है। 2 राइड है, एक शॉर्ट है ना, हाँ। लॉन्ग है, देख लेना आपको जैसा अच्छा लगता है। അപ്പോൾ നമ്മൾ ഇതിൽ കയറുന്നില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ബോട്ടുണ്ടല്ലോ, ബോട്ടിൻ്റെ പുറത്ത് നമ്മൾ 4 പേരെയും ഇരുത്തിയിട്ട് നമ്മുടെ ഈ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ, ഈ കല്ലിൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്ന ആ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്യാൻ വേറെ പ്രശ്നമില്ല, പക്ഷെ വെള്ളം ഒട്ടുമില്ല. വെള്ളമില്ലാത്ത ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാതെ പിന്നെ 10-20 മിനിറ്റേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇത് വേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാര്യം പറഞ്ഞാൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി പരിപാടിയാണിത്, എന്തായാലും ഇത് മിസ് ചെയ്യാൻ പാടില്ല, ചെയ്യണം. പക്ഷെ ഇപ്പോൾ വെള്ളം ഒട്ടുമില്ല, അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. ഷോർട്ട് റൈഡ് ഇവർ പറയണത് 4500 രൂപയും, ലോങ് റൈഡ് എത്രയാണ് പറഞ്ഞേ? അല്ലെ ലോങ് റൈഡ് എത്ര? 8,000 പറഞ്ഞേ. 4,500 പറഞ്ഞതാണ്. അത് ഷോർട്ട് റൈഡ് അല്ലേ? ഇപ്പൊ 3,000 നമുക്ക് 3000 രൂപയ്ക്ക് പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറവായതുകൊണ്ട് മാത്രമാണ് നമ്മൾ റാഫ്റ്റിങ്ങിന് പോകാത്തത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മണാലിയിൽ വന്നിട്ട് നമ്മളിങ്ങനെ വണ്ടി റെൻറ്റിന് എടുക്കൂലേ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഈ ഡ്രൈവർ ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരനാണെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവർക്ക് പരിചയമുള്ള സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ഈ അവിടെ ഉള്ള ഓണർമാരുണ്ടല്ലോ, ഇവർക്ക് നല്ല കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്മീഷൻ്റെ കാശും കൂടെ ചേർത്തിട്ടാണ് ഇവർ നമ്മളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ വരുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കാനുള്ള ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ വണ്ടി റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് മാക്സിമം സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയാനുള്ളത്. അവരവിടെ വെച്ച് ചോദിക്കും നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണമെന്ന്. അപ്പോൾ നിങ്ങൾ തന്നെ അങ്ങോട്ട് ഓരോ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോയാൽ മതി, അപ്പോൾ അതിനനുസരിച്ച് വണ്ടി അറേഞ്ച് ചെയ്താൽ മതി എന്ന് അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ വണ്ടി അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് നമ്മുടെ യാത്ര അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മളെ യാത്ര അടിപൊളിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പറ്റിയൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓഫ് സീസണിലാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ കൂടുതൽ സ്ഥലങ്ങളും മഞ്ഞ് മൂടി കിടക്കണതുകൊണ്ട് നമുക്ക് കുറേ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല. അത് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോകുന്നവർ സീസണിലാണ് പോകുന്നതെങ്കിൽ മഞ്ഞില്ലാത്ത സമയമല്ലേ, അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മണാലിയിലോട്ട് പോകാനായിട്ട്. നമ്മളിവിടെ മണാലിയിൽ വന്നിട്ട് നിതിനും മിക്കിയൊക്കെ നല്ല ഉറക്കമായിരുന്നു. കണ്ണാടി വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയാനും പറ്റില്ല. ഞാൻ രാവിലെയൊക്കെ അങ്ങനെ പുറത്തുള്ള സ്ഥലങ്ങൾ കണ്ടിരിക്കുകയായിരുന്നു, കൂടെ നിങ്ങളെയും കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഇവരെൻ്റെ നല്ല ഉറക്കം, മിക്കി ഇപ്പോഴും നല്ല ഉറക്കമാണ്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് കേട്ടിട്ട് എണീറ്റതാണ്. ചിരിക്കണതൊക്കെ ആയി രാവിലെ. നീ എപ്പോഴും കണ്ണാടി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുമല്ലേ വണ്ടിക്കകത്ത്? രാഹുലിന് കണ്ണാടി ഒരു വീക്ക്നെസ് ആണ്. മമ്മൂട്ടി കഴിഞ്ഞാൽ അടുത്ത് കണ്ണാടി വയ്ക്കുന്നത് രാഹുൽ. അതാണ് നാട്ടുകാർ പറയും ഷോ കാണിക്കുന്നത്, പക്ഷെ അവൻ്റെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കണ്ണാടി വയ്ക്കുമ്പോൾ എന്തൊട്ട് ഗുണമുണ്ട് പറയടാ. ഓക്കെ, ഇവിടെ പൊടിയില്ല, ഒന്നുമില്ല. ഇവിടെ നല്ല മഞ്ഞും വെയിലും ഇല്ല. നല്ല വെയിലും നല്ല പൊടിയും. ടെമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഭയ്യ വീഡിയോഗ്രാഫിങ് ഹലോ കർ രഹേ ഹോ? നെയ്യോ ഗയാ? ഓ, അപ്പോൾ വീഡിയോഗ്രാഫിങ് അലോ അല്ല കേട്ടോ, അതൊരു അമ്പലമാണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് വാടാ, വീഡിയോ എടുക്കാൻ പറ്റില്ല. അടവിന് അമ്പലം എന്തോ അമ്പലമായിരുന്നോ ഇത്? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ നാട്ടിലുള്ള കൾച്ചർ പോലെ ആണോ അതോ ഇവിടെ നല്ല വ്യത്യാസം? ചെറിയൊരു വാതിലുണ്ട്, ആ കുഞ്ഞു വാതിലിനകത്ത് നമ്മൾ
പാറയുടെ എടുക്കാം. പാറ ഇടുക്കി കൂടെ നമ്മൾ കുത്തിയിരുന്ന് അങ്ങ് അറ്റം ചെല്ലണം. അപ്പുറത്ത് കാണും. അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു ചെറിയ ഗുഹ. ആ ഗുഹയ്ക്കകത്തൂടെ പിന്നെ ഇങ്ങനെ ക്യൂ ആണ്. ക്യൂ ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെയാണ് വിഗ്രഹം ഇരിക്കുന്നത്. സംഭവം നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ, വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് എടുത്ത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് ഏതോ മാർക്കറ്റിൽ നിന്നാണ് തോന്നുന്നത്. ഭയ്യ നെക്സ്റ്റ് മാർക്കറ്റിന് ഏതോ ഷോൾ ഫാക്ടറി ഉണ്ടെന്ന്. ഷോൾ ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഷോൾ ഫാക്ടറിയിലോട്ടാണ്. ഷോൾ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണെന്ന്. ഷോളല്ലേ ഇത്? ആ ഓക്കെ ഓക്കെ. ഈ നീല 200 രൂപയാണേ. ആ വെള്ളയാണെങ്കിൽ 100 രൂപ. ഇത് എത്രയാണ്? ഹൗ മച്ച് ഈസ് ദിസ്? ദിസ് ഈസ് 400. ദിസ് ഈസ് 400. 100, 200, 300, 400. ഓക്കെ. 1000 നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. This is pashmina shawl. It's Kullu Manali special shawl. Pashmina shawl? Pashmina. पश्मीना शॉल नहीं मैम, कश्मीर का कढ़ाई फेमस रहता है. शॉल पश्मीना जो रहता है लेह लद्दाख का स्पेशली ना, हम वहाँ से स्पेशल वूल लेके आते हैं. यहाँ पे खुद मैन्युफैक्चरिंग करते हैं. ये भी सेमी है, प्योर नहीं है ना. ओनली 10% पश्मीना रहता है, बाकी सारा वूल है. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. ഇവിടുത്തെ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നതിൽ എനിക്ക് ഈ ഷോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ദീദി ബൈ. അവരെയാണ് നമുക്ക് സാധനങ്ങളെല്ലാം എടുത്ത് തന്നത്. നമ്മളിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ കയറില്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അടുത്ത് വേറൊരു സ്ഥലമുണ്ട്, ഒരു മ്യൂസിയം. അപ്പോൾ മ്യൂസിയം ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടയ്ക്കും. कैसल म्यूजियम है, पुराने राजा का महल है. ओके ओके. सबसे पुराना गांव है यहाँ का, जो नगर है ना, सबसे पुराना गांव है. अंग्रेजों ने बसाया हुआ नगर गांव. ഓക്കെ. ഇവർ ചില സമയത്ത് സ്പീഡിൽ പറയണത് നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതിന് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് നേരെ അവിടെ മ്യൂസിയത്തിൽ പോയിട്ട് കാണാം. ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ടാവുന്നതാണ് അവിടെ. നല്ല ബഹളം. ഇങ്ങോട്ട് മ്യൂസിയത്തിലോട്ട് പോകുന്നില്ലേ വഴി മുഴുവനും ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇടയ്ക്ക് മണ്ണടിച്ച് എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയിട്ട് കുറേ പശുക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു. കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് നേരെ ഫ്രണ്ടിലായിട്ട് മഞ്ഞുമല കാണാം. അവിടെ സ്നോ വീഴുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വന്നതിന് ശേഷം സൂര്യനെ കണ്ടിട്ടേ ഇല്ല. നമ്മളിത് ഇപ്പോഴീ കാണുന്നില്ലേ മരം, അത് ആപ്പിൾ മരമാണേ. അപ്പോൾ ഇവിടെ ഏതാണ്ട് ആപ്പിൾ മരങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ സീസണല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അസ്ഥികൂടം പോലെ മരങ്ങൾ നിൽക്കുന്നത്. ഇതെല്ലാം ആപ്പിൾ മരമാണ്, മുഴുവൻ ആപ്പിൾ മരമാണേ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. यहाँ पे रेड भी है और गोल्डन भी है, दोनों कलर का होता है. इधर 1 किलो कितना है भैया एप्पल? भैया अभी तो ऑफ टाइम है ना. हाँ, लेकिन जब ऑन टाइम होता है उस टाइम सस्ता रहता है. बढ़िया क्वालिटी का 50-60 रुपए किलो मिल जाता है. ओके. बढ़िया क्वालिटी का. वो बढ़िया क्वालिटी का 20-30 का भी मिल जाएगा. हाँ, ओके ओके. ये सब एप्पल का ओरिजिनल. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് മുഴുവൻ ആപ്പിളാണ്. പക്ഷേ ഇതിൽ നമ്മളൊരു ജൂലൈ ടൈം വേണ, ജൂൺ ജൂലൈ സമയത്ത് വന്നിരുന്നെങ്കിൽ ഇതിൽ മുഴുവൻ ആപ്പിള് കളഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുമായിരുന്നേ. ഈ മരത്തിൽ നിന്ന് തന്നെ ഓടിപ്പോയി കഴിക്കുമായിരുന്നു അല്ലേ? പ്ലം. ഓ, ഈ വെള്ള നിൽക്കുന്നില്ലേ, വെള്ളമായിട്ട് നിൽക്കുന്നത് മുഴുവനും പ്ലം ആണ് റൈറ്റ് സൈഡിൽ. सबसे पहले प्लम तैयार होता है. ये देखो सब इसमें फूल आना शुरू है. ഓക്കെ. എ ബി പ്ലം വേന ഭയ്യ. നമ്മൾ ഇപ്പോഴും കണ്ടുപിടിക്കുന്നത് പ്ലം ട്രീ ആണ്. हाँ, ये येलो कलर क्या है भैया? सरसों. सरसों मीन्स जो ऑयल नहीं तैयार होता है आपका, ऑयल. सरसों का तेल. हाँ, എന്തോ ഓയിൽ ഉണ്ടാക്കും. के लिए नहीं आता पीमा का. ഓക്കെ ഓക്കെ. ऑयल है, इस तरह सरसों का तेल बनता है. എനിക്കത് മനസ്സിലായില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് വെച്ചിട്ട് ഓയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ ഭയ്യ. അപ്പോൾ നമ്മളിതാ മ്യൂസിയത്തിൻ്റെ മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റിൻ്റെ ഫീസ് വരുന്നത് 50 രൂപയാണ്. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് നമുക്കിതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതാ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിയം ഒരു പഴയ ട്രഡീഷണൽ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് നേരെ മുന്നിലായിട്ട് ഒരു EV ചാർജിങ് സ്റ്റേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ.
എനിക്കിവിടെ ഇലക്ട്രിക് വണ്ടി വരുമ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിൻ്റെ എന്തോ സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് EV ചാർജിങ് സ്റ്റേഷൻ എന്ന്. ഇത് കാട്ടുപോത്തിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് ഇത് കാട്ടുപോത്തിൻ്റെ ആണേ. അതാ അവിടെ ഒരെണ്ണമുണ്ട്. ഇത് ഏതിൻ്റെ ആണെന്ന് എനിക്കൊരു പിടിയില്ല കൊമ്പ്. അതാണ്ട ഇവിടുത്തെ കല്ലടിക്കി വെച്ചിരിക്കുന്ന രീതി കണ്ടോ. ഓരോ കല്ലിൻ്റെ മുകളിലായിട്ട് നമ്മൾ പണ്ട് കളിപ്പാട്ടം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നില്ലേ, അതേപോലത്തെ ഒരു രീതിയിലാണ് അവർ ഈ ഫുൾ നമ്മുടെ കേസിലും ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. പിന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് തടിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട്. ഇത് കല്ലാണ്, ഇത് തടി, ഇതും തടിയാണ്. ഇതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കല്ല് അടുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലെയർ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമേ. സൂപ്പർ. ഇത് നമ്മുടെ നിൽക്കുന്ന സ്ഥലമൊക്കെ തടിയാണേ. പുതിയ ഇലക്ട്രീഷ്യൻ്റെ സംഭവങ്ങളൊക്കെ അവരോട് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ഇടണമല്ലോ രാത്രി, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടെ അവർ ഒതുക്കി ചെയ്തിരുന്നെങ്കിലേ ഈ ഒരു ഭംഗിക്ക് ഇതുവരെ വൃത്തികേടാണ് ഇവിടെ ഇരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് ഒരു വലിയ മുറ്റം കാണാം. അപ്പോൾ മുറ്റത്തിൻ്റെ നടുവിൽ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ആണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. ഏതാണ്ട് ആ ഭാഗത്ത് മഞ്ഞ് വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേ മൈനസ് ആവും. -4 ഡിഗ്രി വരെ പോകാമെന്നാണ് നെറ്റിൽ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ താഴെയാണ് കുളു, നമ്മൾ ആ ഷോപ്പിംഗ് നടത്തിയില്ലേ അവിടെ. ഇത് കുറച്ചുകൂടെ മുകളിൽ, അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്നൊരു സ്ഥലമാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന ഏതാണ്ട് ഈ മഞ്ഞും മല കണ്ടില്ലേ, ഈ റോഡ് പോകണം കണ്ടോ. ഈ റോഡേ നേരെ പോയിട്ട് അതുവഴി അങ്ങോട്ട് പോകണം, മണാലിയിലോട്ട് പോകണമെങ്കിൽ. അപ്പോൾ ഏതാണ്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ തിരക്കിലാണ്. മ്യൂസിയത്തിലോട്ട് പോകണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെയും താഴോട്ട് പോകണം കേട്ടോ. നമ്മളിപ്പോഴേ കാണുന്നതാണ് മ്യൂസിയം. ഇത്രയേ ഉള്ളൂ. പക്ഷേ അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിയം ഇത് മാത്രമല്ല, ഇവിടെ കുറേ സ്റ്റോൺസ് ഉണ്ട് കേട്ടോ ഈ സൈഡിലായിട്ട്. പിന്നെ ഇതുമല്ലാതെ ഈ ഒരു ബിൽഡിംഗ് തന്നെ ഒരു മ്യൂസിയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഇവരെ കളിക്കുന്ന ഒരു ബോൾ കൂടെ എടുത്തിട്ട് വൈഡ് ബോളറിനെ നോക്കാം. ഔട്ടല്ല. അപ്പോൾ മ്യൂസിയമൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. നമ്മുടെ ബയ്യ വന്നിട്ടില്ല, ബയ്യ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മ്യൂസിയം എന്ന് പറയുമ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ഒരു ബിൽഡിംഗ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു രീതി, അതാണ് സൂപ്പർ. അപ്പോൾ എന്തായാലും നമ്മൾ നിതിൻ്റെ അടുത്ത് മ്യൂസിയം കണ്ടതിൻ്റെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെ ഉണ്ടാ മ്യൂസിയം? നല്ല അടിപൊളി മ്യൂസിയമാണ്. ഫുള്ള് കല്ലും തടിയും ഒക്കെയാണ്, നല്ല വർക്കാണ് അതിൽ. പിന്നെ കയറുമ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ എന്താ പറയുക, നല്ല ഒരു തവണയിലും വന്ന് നോക്കണം, നല്ല അടിപൊളിയാണ് കാണാൻ. എങ്ങനെ ഉണ്ടായിരുന്നു അളിയാ? അടിപൊളിയാണ്. അടിപൊളി, കൊള്ളാം. നിനക്ക് എന്താണ് ഇതിൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? എല്ലാം ഒന്നും പറയാനില്ല, എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഒന്നിനൊന്ന് അടിപൊളി. നീ എന്താണ് ഉദ്ദേശിച്ചത്? സ്ഥലം. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ അടുത്ത എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡായിരിക്കും, അല്ലടാ അതിനെ? അപ്പോൾ കേരള ഡോങ്ലി സൈനിങ് ഓഫ്. ഇത് മിക്കിയുടെ വകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഒരു ബൈ ബൈ ഓർഡർ.